തീർച്ചയായിട്ടും അത് വേണ്ടെന്ന് നോക്കി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനം ഈ സിനിമയിൽ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അത് എനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. തീർച്ചയായിട്ടും അത് വേണ്ടെന്ന് നോക്കി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനം ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു, അന്ന് നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോടെ ഇരിക്കുകയുള്ളൂ. ഇത് ആസ് ആൻ ആക്ടർ പ്രിപ്പറേഷൻ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സ് സിനിമകളുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ മിഥുനം, തലയണ മന്ത്രം, എന്താ പറയുക, പിന്നെ കളിപ്പാട്ടം, മുന്താണി മുടിച്ച് ഇതൊക്കെ ഞാൻ കുഞ്ഞിലേ ഇതൊക്കെ കുറേ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലയണ മന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അത് എനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ് അത് പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.